PV അൻവറിനെ മാത്രമല്ല സ്വാഗതം ചെയ്യുന്നത്, കേരള കോൺഗ്രസിനെ കൂടി UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. UDF പ്രവേശന സാധ്യത തുറന്നിട്ട് UDF നേതാവും CAP ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള CP ജോണിന്റെ വാക്കുകളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടത് UDF-ന് ആഘാതമുണ്ടാക്കിയെന്നും വന്യജീവി ആക്രമണത്തിൽ കർഷകർ തീ തിന്നുമ്പോൾ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. UDF-ലേക്ക് വരുന്നതിൽ അൻവറാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പരസ്പര സംസാരത്തിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി സർക്കാരിനെതിരെ തെരുവിൽ പോരാടുന്ന അൻവറിനെ അനാഥമാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കേൾക്കാം. UDF-ലേക്ക് കേരള കോൺഗ്രസ് കടന്നു വരുന്നു എന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹങ്ങളുണ്ട്. എങ്ങനെ കാണുന്നു അതിനെ? കേരള കോൺഗ്രസ് UDF ഇട്ട് പോകരുത് എന്ന നിലപാടെടുത്തൊരു പാർട്ടിയാണല്ലോ CMP. കേരളത്തിലുടനീളമുള്ള വനയോര കർഷകർ ഇന്ന് തീ തിന്നുകയാണ് അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ കർഷക പാർട്ടിയായ കേരള കോൺഗ്രസ് CM-നോട് ഞാൻ ചോദിക്കുന്നത്, ജോസ് കെ മാണിയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാടെന്താ? PV അൻവർ MLA കർഷകർക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്നതിൻ്റെ പേരിൽ ഒരു MLA-യെ പിടിച്ച് ജയിലിലടച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി ജോസ് കെ മാണി മറുപടി പറയണം. അൻവർ തീരുമാനിക്കേണ്ടത് UDF-ലേക്ക് അദ്ദേഹം വരുന്നുണ്ടോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അൻവർ വാസ്തവത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ MLA അല്ലേ, ജയിച്ചത് LDF MLA ആയിട്ടാണ്, ഇപ്പോൾ ഭരണകക്ഷിയിലില്ലല്ലോ. അപ്പോൾ തെരുവിൽ ഫൈറ്റ് ചെയ്യുന്ന, ഈ ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു MLA-യെ അങ്ങനെ അനാഥമാക്കാൻ ഏതെങ്കിലും പ്രതിപക്ഷത്തിന് സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് അദ്ദേഹം സംസാരിക്കണം, പരസ്പരം സംസാരിക്കണം. സംസാരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെ ഉരുത്തിരിയെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതൊക്കെ മുഖ്യമായി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്, നേതൃകക്ഷിയാണ് കോൺഗ്രസ്.